മലപ്പുറം നിലമ്പൂരിലെ ആദിവാസി ഭൂസമര നായിക ബിന്ദു വൈലാശ്ശേരിയും ഭർത്താവ് ഗിരിദാസനും ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്. വെൽഫെയർ പാർട്ടിയുടെ ഉൾപ്പെടെ പിന്തുണയുമായി ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളായാണ് ചാലിയാർ പഞ്ചായത്തിലെ സംവരണ വാർഡുകളായ അകമ്പാടം, നമ്പൂരിപ്പൊട്ടി എന്നിവിടങ്ങളിൽ ജനവിധി തേടുന്നത്. ഈ ഭൂമിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ആദിവാസി സമൂഹത്തെ എങ്ങനെ ഉന്നമനത്തിലെത്തിക്കാന്നുള്ള കാഴ്ചപ്പാടിൽ കൂടിയാണ് ഞാനും എൻ്റെ ഭാര്യ ബിന്ദു വൈലാശ്ശേരിയും കൂടി ഈ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ചാലിയാർ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത്. ആദിവാസികളുടെ അവകാശത്തിനായുള്ള പോരാട്ടത്തിനിടയിലും പ്രചാരണത്തിലൊട്ടും പിന്നോട്ടില്ല ബിന്ദുവും ഭർത്താവ് ഗിരിദാസനും. 300 ദിവസത്തിലേറെ നീണ്ടുനിന്ന സമരത്തിലൂടെ സംസ്ഥാന ശ്രദ്ധ പിടിച്ചുപറ്റാൻ ബിന്ദുവിനായെങ്കിലും അധികൃതർ നൽകിയ ഉറപ്പുകൾക്ക് ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വരയുടെ ഗതിയാണ്. രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ കഴിഞ്ഞ 192 ദിവസമായി നടക്കുന്ന സമരത്തിനിടയിൽ നിന്ന് പോലും പ്രചാരണത്തിനായി ഓടിയെത്തുകയാണ് ബിന്ദു. ഞങ്ങളുടെ ആൾക്കാരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായി സമര പോരാട്ടത്തിൽ കൂടെയാണ് ഇപ്പോഴും കളക്ടറേറ്റിന് മുന്നിൽ സമരപന്തലിൽ നിന്നാണ് ഞാൻ രാവിലെ ഓരോ ആൾക്കാരോടും വോട്ട് ചോദിച്ച് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ ആളുകളെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരെ നല്ല രീതിക്ക് സംരക്ഷിച്ച് കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ പൊതുപ്രവർത്തനം. ഭൂരഹിതരായ ആദിവാസികൾക്ക് 50 സെന്റ് സ്ഥലം വീതം 6 മാസത്തിനുള്ളിൽ നൽകാമെന്ന കളക്ടറുടെ ഉറപ്പിലാണ് അന്ന് സമരം അവസാനിപ്പിച്ചത്. രണ്ടാം ഘട്ട സമരവും അതുപോലെ ഒരു ഉറപ്പിൽ അവസാനിപ്പിക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല. ഭൂമി വേണമെന്ന തങ്ങളുടെ ആവശ്യത്തെ എന്തുകൊണ്ടാണ് മുന്നണികൾ എതിർക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ഇവർ ആവശ്യമുയർത്തുന്നു. സംവരണ വാർഡിൽ ആദിവാസി ദമ്പതികൾ സ്ഥാനാർത്ഥികളായി പ്രചരണം തുടങ്ങിയതോടെ ഇരു മുന്നണികളും ആശങ്കയിലാണ്. 200-ലേറെ വോട്ടുകൾ സ്വന്തമായുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ദമ്പതികളിൽ പ്രതീക്ഷ കൂട്ടുന്നു. മറ്റുള്ള ജനങ്ങൾക്കും കൂടി എൻ്റെ പ്രവർത്തനം ഉപകാരപ്രദമാകണം, അവരിലേക്കും കൂടി ഈ പ്രവർത്തനം എത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ സഹായിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടും കൊണ്ടിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.